ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് തലശ്ശേരി റിയൽ എസ്റ്റേറ്റ് ഓടിയെത്തിയത് നമ്മുടെ പിണറായി ടൗണിലാണ്. നമ്മുടെ പിണറായി ടൗണിൽ നിന്ന് തൊട്ടടുത്തുള്ള ലെഫ്റ്റിലോട്ട് റോഡ്, അതായത് പാറപ്പുറം റോഡാണ് നമുക്ക് പോകേണ്ടത്. തലശ്ശേരിയിൽ നിന്ന് പിണറായി എത്താനാകുമ്പോൾ ഇടത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് നിങ്ങൾക്ക് ഒരു ലാൻഡ് മാർക്കായിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ KSEBിയുടെ സബ്സ്റ്റേഷനാണ്. സബ്സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ബസ് സ്റ്റോപ്പ് എത്തും. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് റൈറ്റിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ലാൻഡ് മാർക്കാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഒരു ബോർഡ് ഇവിടെ ഉണ്ട്, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ അരയാൽത്തറ റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പിണറായി ടൗണിൽ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വെറും 700 മീറ്ററേ ഉള്ളൂ. ഈ ഒരു അമ്പലത്തിൻ്റെ ആർച്ച് കഴിഞ്ഞ് നേരെ പോകണം. അപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു ചെറിയ ഇറക്കം പോലെ കാരണം അവിടെ നിന്ന് മണ്ണിട്ട റോഡാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിൻ്റെ ഡെഡ് ഉണ്ട്. ലാസ്റ്റ് ഭാഗത്താണ് ഈ ഞാൻ കാണിച്ച അതിര്. ഇനി ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത്. അതായത് അങ്ങ് നമ്മൾ വരുന്ന വഴിക്ക് കാണുന്ന ശരിക്കും ഈ വ്യൂ ആണ്. പ്രോപ്പർട്ടി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരും. ഞാനിവിടെ തിരിച്ച് പോകുമ്പോൾ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ആലോചിക്കും, ഇത്രയും ഫ്രണ്ടേജുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പിണറായി ടൗണിൽ ഒരുപാട് ബിഗ് പ്രൊജക്ട്സ് നടക്കുന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. ടൗണിൽ നിന്ന് വെറും 700 മീറ്റർ നല്ല തെങ്ങ് തോപ്പ്, അതായത് എനിക്ക് തോന്നുന്നു 45-ന് മുകളിൽ തെങ്ങ് ഇതിലുണ്ട്. അത്യാവശ്യം ഒരു 600-ന് മുകളിൽ തേങ്ങ ഇവർക്ക് ലഭിക്കുന്നുമുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ചെറിയ തൈകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ കിണറൊക്കെ ഉണ്ട്. അപ്പോൾ ആ കിണർ അത്യാവശ്യം നല്ല വെള്ളമൊക്കെയാണ്. കാരണം ഇപ്പം പണ്ട് ഇവർ ഷട്ടർ ഇടാത്ത സമയത്ത് ഉപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ ഷട്ടറൊക്കെ ഇട്ടത് കൊണ്ട് അങ്ങനെ വെള്ളവും ക്ലിയർ ആണ്. പിന്നെ വണ്ടിയുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്ത് വന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടി വരെ വലിയ വണ്ടികളൊക്കെ ഈസി ആയിട്ട് വരുന്നത് കാണാനാണ്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാം. ഇതിപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ CM സാറിൻ്റെ തറവാടിൻ്റെ തൊട്ടടുത്തിൻ്റെ ഉണ്ട്. ഇവിടുന്ന് ഒരു 100 മീറ്ററാണ് അദ്ദേഹത്തിൻ്റെ വീടുന്ന എനിക്ക് ഇവിടെയുള്ള ഒരാൾ എന്നോട് അറിയിച്ചത്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പ്രോപ്പർട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ടൗണിൽ നിന്ന് വളരെ ഈസി ആയിട്ട് വരാൻ പറ്റുന്നതാണ്. പിന്നെ ഒരുപാട് ബിഗ് പ്രൊജക്റ്റ് ഗവൺമെൻറ് പിണറായി ടൗണിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും സ്കൂളാണെങ്കിലും അമ്പലമാണെങ്കിലും എല്ലാം വെറും 1 കിലോമീറ്റർ ചുറ്റളവ് തന്നെ കിട്ടും. പിന്നെ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗവൺമെൻറ് ബിഗ് പ്രൊജക്റ്റ് നിങ്ങളൊന്ന് നെറ്റിൽ ഒന്ന് നോക്കിയാൽ തിരിയും. ഏറ്റവും നല്ല പ്രൊജക്ട്സാണ് ഇവിടെ കേരള ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവരുന്നത് പിണറായി ടൗണിൽ. അപ്പം ആ ഒരു ടൗണിൻ്റെ അടുത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു കുന്നും മലയും ഒന്നും അല്ലാത്ത ഒരു ഏരിയ, നല്ല അടിപൊളി വണ്ടി വരും, വെള്ള സൗകര്യം കിട്ടും, എല്ലാം ഉള്ള ഏരിയയിൽ. ഇനി മെയിൻ ആനമല ഒട്ടകമല്ലാത്ത ആ വില ഞാനിവിടെ പറയാൻ പോവുകയാണ്. എത്ര വെച്ചിട്ടാണെന്നറിയോ? 40 സെൻറ്റ് സ്ഥലത്തിന് സെൻറ്റ് വില 1,25,000. 1,25,000 കിട്ടില്ല പ്രോപ്പർട്ടി. ഇത് നെഗോഷ്യബിളാണ്. പെട്ടെന്ന് റെഡി ക്യാഷായിട്ട് വരുന്ന ആൾക്ക് ഞാൻ വില കുറച്ച് തരാനും റെഡിയാണ്. പിന്നെ ഇതാ പാറപ്പുറം റോഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരേ ഉള്ളൂ. നമ്മൾ ഒരു വഴി വരുന്നത് പോരായിട്ട് പാറപ്പുറം 100 മീറ്റർ, ശരിക്കും പറഞ്ഞാൽ പാറപ്പുറം റോഡ് 100 മീറ്റർ. പക്ഷേ അവർക്ക് കാർ ആക്സസ് ഇവിടുന്നില്ല, നമ്മൾ ചുറ്റി വരണമെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഈ ഒരു പ്രോപ്പർട്ടി 1,25,000 പാർട്ടി ചോദിക്കുന്നത്. അവർ മെഡ്രാസ് സെറ്റിലാണ്. അപ്പോൾ അവർക്കിത് നോക്കി നിർത്താനോ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇത് സെയിൽ ചെയ്യുന്നതിൻ്റെ ജെന്യൂൻ റീസൺ. അപ്പം ഇനിയും വെറുതെ കാട് കയറി ചിന്തിക്കേണ്ട, ഇതൊരു കിട്ടിൽ ഓഫറാണ്. ആനമേലൊട്ടകം വിലയല്ല. താഴേക്കാണ് നമ്പറിൽ വിളിച്ചോ. അപ്പം ബൈ.